എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ബിജീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ ഒരു വ്യൂവർ പറഞ്ഞ പ്രകാരം ഉണ്ടാക്കുന്നതാണ്. അത് പറഞ്ഞിട്ട് ഒത്തിരി നാളായി. ഇപ്പം ആദ്യം പറയുന്നവർക്ക് ഞാൻ ആദ്യം ഉണ്ടാക്കുക. അതായത് പക്കാവട. നമ്മുടെ കേരളീയർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് പക്കാവട. അതെങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിന് ഞാനിവിടെ 2 കപ്പ്, ഈ കപ്പിന് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് കടലമാവ്. ഇതിപ്പോ 200 ഗ്രാം അരിപ്പൊടി ഉണ്ടെങ്കിൽ 100 ഗ്രാം കടലമാവ്. അതിനായിട്ട് 1 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. മുളക് പൊടി ഇവിടെ ഞാൻ കാശ്മീരി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മറ്റേത് 1 ടീസ്പൂൺ, രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത് കായം 1/2 ടീസ്പൂൺ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ലാസ്റ്റിൽ വറുത്തിടാനായിട്ട് കറിവേപ്പില. നമുക്ക് പിന്നെ വേണം ഈ ഇടിയപ്പത്തിന്റെ മിഷ്യൻ. നമുക്ക് ഈ ചില്ല വേണ്ടിയത് പക്കാവടയ്ക്ക്. നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് ഇതിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുഴയ്ക്കാം. ഇപ്പൊ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. കടലമാവ്. ഈ അരിപ്പൊടി ഇപ്പൊ വറക്കണമെന്നൊന്നുമില്ല, പച്ച അരിപ്പൊടിയാ. മുളക് പൊടി, പിന്നെ എരി അനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പെരിഞ്ജീരകം, കായപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്. ഇത് നമ്മളൊരു കറിവേപ്പില ഇപ്പോൾ ഇല്ല, കറിവേപ്പില നമുക്ക് ലാസ്റ്റ് വറുത്തായിടേണ്ടത്. ഇത് നമ്മളൊരു ഇടിയപ്പത്തിന് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ഇത് കുഴച്ചത് പരുവം ശരിയാണോന്ന് അറിയാൻ കുറച്ചാണ് നമുക്ക് ആ അച്ചിലോട്ടിട്ട് ഒന്ന് കറക്കി നോക്കാം. അതിപ്പം വെള്ളം കൂടുതലാണെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി കൂടെ അരിപ്പൊടി അങ്ങനെ ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് മണ്ടയിൽ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് മാവ് ഇത് ഇട്ടിട്ട് നിങ്ങൾക്ക് അത് പീച്ച് നോക്കാം, അത് കറക്റ്റ് ആണോ. വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ചുകൂടെ അരിപ്പൊടി ഇടാം, വെള്ളം കുറവാണെങ്കിൽ. കാരണം നമ്മുടെ ഇടിയപ്പം കറക്കുമ്പോൾ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ നോക്കണം. ഞാനിപ്പോൾ അതുപോലെ ചെയ്ത് നോക്കി, പ്രോബ്ലം ഇല്ല. ഇനി നമുക്ക് അതിൻ്റെ ചില്ലടിയിൽ ഇങ്ങനെ ഇടാം. ചില്ലിട്ടതിന് ശേഷം ഇങ്ങനെ ഓരോ മാവ് കുറച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അവിടെ ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഫില്ലാക്കിയിട്ടുണ്ട്. എണ്ണ ഇപ്പൊ തിളച്ചിട്ടുണ്ട്. അതൊന്ന് കുറച്ചിട്ട് വേണം നിങ്ങൾ ഇത് ചുറ്റി. നമ്മൾ ഇനിയിപ്പൊ നമ്മൾ ഇടിയപ്പത്തിന് കറക്കുന്നത് പോലെ ഇത് ഈ എണ്ണയിൽ കറക്കുക. ഇത് എണ്ണ ഇങ്ങനെ നല്ലപോലെ ചൂടായിരിക്കുന്നതുകൊണ്ട് കയ്യിൽ തട്ടും. അതുകൊണ്ട് എണ്ണയൊന്ന് കുറയ്ക്കുക. ഞാനൊരു ട്രിപ്പ് ഉണ്ടാക്കി ഇവിടെ പിള്ളേർ തീറ്റിയായി. ഇനി നമുക്കിത് കറക്കി ഒഴിക്കാം. നേരം തീര് കിടന്ന് വേവട്ടെ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് തിരിച്ചിടുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ച് തിരിച്ചിടണം. നമ്മുടെ ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ഇതുപോലുള്ള ഇതും കൂടെ സപ്പോർട്ട് ചെയ്ത് വേണം തിരിച്ചിടാൻ. വളരെ എളുപ്പം ഇതുണ്ടാക്കാൻ, ഒരു പ്രയാസവും ഇല്ല. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വെളിയിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊന്ന് മെനക്കെട്ട കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും എല്ലാം ശരീരത്തിന് വളരെ നല്ലതാണ് ഇതൊക്കെ. ഈ എണ്ണയെ കുറിച്ച് നല്ലതെന്നല്ല പറയുന്നത്, നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാതെ വീട്ടിൽ ഹോം മെയ്ഡ് ഉണ്ടാക്കി കൊടുത്താൽ ശരീരത്തിന് അത്രയും നല്ലത്. ചെറുതായിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം.
ഇതിങ്ങനെ കെട്ടായിട്ട് കിടക്കാം. പിന്നെ അത് മൂത്ത് കഴിയുമ്പോൾ നമുക്കത് ഓരോന്നോരോന്നൊക്കെയായിട്ട് സ്പ്രെഡ് ആക്കി ഇടാം. എൻ്റെ മൊബൈലിന് എന്തോ പ്രോബ്ലം പറ്റിയിട്ടുണ്ട്. അത് ഇടയ്ക്ക് ഈ പക്കവടയുടെ ഒക്കെ കളർ നല്ലൊരു കളർ വരും, ഇടയ്ക്ക് ആക്ച്വലി ഈ കളർ അതിനുള്ളത്, ഇടയ്ക്ക് ഒരു മങ്ങിയ കളർ വരും. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില വറുത്ത് കോരിയെടുക്കാം. നന്നായി മൂക്കട്ടെ. നന്നായി മൂത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കോരിയെടുക്കാം. നമുക്ക് കറിവേപ്പില ഒന്ന് ഞെവിടി ഇതിന് മുകളിലോട്ട് ഇട്ടേക്കാം. നമ്മുടെ പക്കാവട റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി ചെയ്യാൻ. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റ് ഇടുക. ഇതുപോലുള്ള കൊച്ചു കൊച്ചു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.